Hey guys, this is Charlie Bob. Welcome back to another vlog. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് ബിടെക് ട്രിപ്പിളിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നതാണ്. അപ്പം ഇതേപോലെ തന്നെ സെയിം കുറെ മെസ്സേജ് ഞാൻ മെക്കിനെ പറ്റി പറയുമെന്ന് കേട്ടിരുന്നു. മെക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യാത്തത് മെക്കാനിക്കൽ എനിക്ക് ഫ്രണ്ട്സ് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ കിട്ടാൻ കുറച്ച് താമസം എടുക്കും. ഇപ്പൊ ഞാൻ ഒരാളുടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മെക്കിന്റെ വീഡിയോ നാളെ കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോ പിന്നൊരു കാര്യം, ഞാൻ ഇൻസ്റ്റയില് മെസ്സേജ് അയക്കുന്നവർക്ക് റിപ്ലൈ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു കമന്റ് കണ്ടിരുന്നു. അപ്പോ അതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് ക്ലാസ് നടക്കുന്നുണ്ട് IELTS-ന്റെ. അപ്പൊ അത് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 വരെയാണ് ക്ലാസ്. അതും അല്ലാണ്ട് രാത്രിയിൽ പിന്നെ സ്പീക്കിംഗ് സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റ ഞാൻ അങ്ങനെ നോക്കുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാല്. ഇപ്പൊ യൂട്യൂബിന്റെ ഇൻസ്റ്റ ഞാൻ ഇന്നലെ എടുത്ത് നോക്കിയപ്പോഴാണ് ഒരു മിനിഞ്ഞാന്ന് അയച്ചു, അതിന് മുന്നേ അയച്ച കുറച്ച് മെസ്സേജസ് ഒക്കെ കണ്ടു. അതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിരുന്നു. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഇൻഫർമേഷൻ ചുമ്മാ ഒരാളുടെ അടുത്ത് ഇപ്പൊ നിങ്ങളുടെ മെസ്സേജ് കണ്ടപാടെ എനിക്ക് അതിന് ഒരു റിപ്ലൈ തരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം എനിക്ക് അറിയാത്ത കാര്യം ഉണ്ടാവും. അപ്പൊ ഞാൻ അതെന്റെ ഫ്രണ്ട്സിനോടും കൂടെ ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു താമസം വരും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഒക്കെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ കുറെ നാൾ മുന്നേ അയച്ച മെസ്സേജിന് അങ്ങനെ റിപ്ലൈ തരാണ്ടിരുന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ട്രിപ്പിളിനെ പറ്റി പറയുന്നതാണ്. അപ്പൊ ആദ്യമേ തന്നെ ഈ ട്രിപ്പിളിനെ പറ്റി പറയുവാണെങ്കിൽ അതിന്റെ ആ ഒരു പറഞ്ഞ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കമ്പാരിറ്റീവ്ലി ഈസിനെക്കാളും കുറച്ചുകൂടെ ടഫാന്ന് എനിക്ക് തോന്നി. സോഫ്റ്റ്വെയർ സെക്ഷൻസ് ഈസി ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഈ ഒരു ഹാർഡ്വെയറിന്റെ ടോപ്പിക്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ചും കൂടെ, ഇപ്പം നമ്മൾ പക്ക ഒരു സാധനത്തിന്റെ ഹാർഡ്വെയർ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യൂഷ്വലി ബോറാണോ അടിക്കുന്നത് അതോ അത് പാടായിട്ട് തോന്നുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഈ ഒരു സബ്ജക്ട്സ് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ പാടായിട്ട് തോന്നി. പക്ഷെ ഇതിന്റെ ജോബ് ഫ്യൂച്ചർ സ്കോപ്പ് ഒക്കെ നോക്കിയപ്പം അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഉള്ള ജോലി കിട്ടുന്ന ഒരു ഫീൽഡാണ് ട്രിപ്പിളി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ സബ്ജക്ട്സ് ആദ്യം നോക്കാം. S1-ലും S2-ലും എല്ലാവർക്കും കോമൺ സബ്ജക്ട്സ് ആണ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഉണ്ടാവും, മെക്കാനിക്സ്. പിന്നെ ഇതിനകത്തൊരു ലാബ് വരുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ലാബ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് ഈ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആ ഇലക്ട്രിക്കൽ ലാബിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്നത് നമുക്ക് ഈ വയർ കണക്ഷൻ കൊടുക്കാനും ഒരു ബൾബ്, ഇപ്പൊ ട്യൂബ് ലൈറ്റിന്റെ വർക്കിംഗ്, അങ്ങനത്തെ കുറച്ച് വയറിംഗ് കണക്ഷൻസ് ഒക്കെയാണ് ആദ്യമേ പഠിപ്പിക്കുന്നത്. പിന്നെ മാത്സ് ഉണ്ട്. മാത്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഒക്കെയാണ് വരുന്നത്. ആദ്യത്തെ 4 സെമ്മിൽ മാത്സ് ഉണ്ട്. പിന്നെ ഇപ്പൊ പുതിയ സ്കീം വെച്ചിട്ട് കോഡിംഗ് ലാംഗ്വേജ് പൈത്തൺ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് S1, S2 വരുന്നത്. പിന്നെ S3-ലോട്ട് കിടക്കുമ്പോഴാണ് നമ്മളുടെ കോർ സബ്ജക്ട്സ് വരുന്നത്. ഇപ്പൊ S3-ൽ നമുക്ക് വരുന്ന കോർ സബ്ജക്ട് സർക്യൂട്ട് തിയറി, അനലോഗ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ മെഷീൻസ്, മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, DC മെഷീൻ ലാബ്. അപ്പൊ ഇത്രയും സബ്ജക്ട്സ് ആണ് ഈ S3-ൽ കോർ ആയിട്ട് വരുന്നത്. ഇതിൽ ഈ അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ EC-ലും ഉണ്ട്. അനലോഗ് സർക്യൂട്ട്സ് എന്നാണ് അതിനകത്ത് പറയുന്നത്. അത് ഏകദേശം സിമിലർ ആണ്. അത് അത്രയ്ക്ക് ടഫ് ഉള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വരുന്നത് ഈ ഇലക്ട്രിക്കൽ മെഷീൻസ്, മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അടുത്ത ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്ന പാർട്ടും അത്യാവശ്യം എളുപ്പമാണ്, EC-ലും ഉള്ള സംഭവമാണ്. ഇലക്ട്രിക്കൽ മെഷീൻസ് കുറച്ച് ടഫാണ്. പക്ഷെ അത് ഈ ഒരു ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇന്റർവ്യൂവിന്റെ സമയത്താണെങ്കിലും ആവശ്യം വരുന്ന ഒരു സബ്ജക്ട്സ് ആണ് ഇലക്ട്രിക്കൽ മെഷീൻസ്. ഈ S4-ലോട്ട് പോവാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക്സ്, ഈ ഒരു സബ്ജക്ട് EC-ലും കോമൺ ആണ്. അത് കുറച്ച് സപ്ലി അധികം വന്ന പേപ്പർ ആണെങ്കിൽ പോലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ്, അത്രയ്ക്ക് ടഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ളത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ മെഷീൻസ് 2, മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ, ഇലക്ട്രിക്കൽ മെഷീൻ ലാബ്. അപ്പം ഈ ഇലക്ട്രിക്കൽ മെഷീൻസ് കണ്ടോ, ഇത് റിപ്പീറ്റ് ആയിട്ട് പല സെമ്മിൽ വന്നിട്ടുണ്ട്. അപ്പം തന്നെ മനസ്സിലാവില്ല അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണ്. അപ്പം ആ ഒരു ഫീൽഡിൽ തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഇനി S5-ൽ വരുവാണെങ്കിൽ പവർ ജനറേഷൻ, പവർ ഇലക്ട്രോണിക്സ്, കൺട്രോൾ സിസ്റ്റം, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, കൺട്രോൾ ആൻഡ് എംബഡഡ് ലാബ്. അപ്പൊ ഇതിന്റെ അകത്ത് പവർ ജനറേഷൻ, പവർ ഇലക്ട്രോണിക്സ് അത്യാവശ്യം ടഫാണ്. അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റം, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഈ ഒരു 2 സബ്ജക്ട് എനിക്ക് ടഫായിരുന്നു. ഇത് EC-ലും ഉള്ള സബ്ജക്ട് ആണ്, കൺട്രോൾ സിസ്റ്റവും സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. ഇത് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ പക്ക നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം ഒക്കെ വരച്ച് ക്വസ്റ്റ്യൻ തരും, നമ്മൾ പടം വരച്ച് പ്രോബ്ലം സോൾവ് ചെയ്യണം, ഡെറിവേഷൻ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ടൈപ്പാണ് കൺട്രോൾ സിസ്റ്റം. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് വെച്ചാൽ സിഗ്നൽ സാമ്പിൾ ചെയ്യാനും ഗ്രാഫ് വരച്ച്, ഇപ്പം ഒരു ഗ്രാഫ് ഇത്രയും മൂവ് ചെയ്ത് കുറച്ച് വരയ്ക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ ഇത് രണ്ടും വരയ്ക്കുന്ന കുറച്ച് സംഭവങ്ങളായിരുന്നു. അതെനിക്ക് ഭയങ്കര പാടായിരുന്നു. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന് എനിക്ക് ഗ്രേഡ് കുറവായിരുന്നു. കൺട്രോൾ സിസ്റ്റത്തിന് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും കൂടുതൽ ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ലാബ് വരുന്നത് കൺട്രോൾ ആൻഡ് എംബഡഡ് ലാബ് എന്നാണ് പറയുന്നത്. ഈ എംബഡഡ് പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ എംബഡഡ് പ്രോഗ്രാമിംഗ് പഠിച്ചാൽ
നമുക്ക് ഈസിയുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ S6ന്റെ കാര്യം പറയുകയാണെങ്കിൽ പവർ സിസ്റ്റം അനാലിസിസ്, റിന്യൂവബിൾ എനർജി സിസ്റ്റം, ഇലക്ട്രിക്കൽ ഡ്രൈവേഴ്സ്, ഇലക്ട്രിക് പവർ ലാബ്, പിന്നെ വരുന്ന ഒരു മിനി പ്രൊജക്ട്. അപ്പം ഈ S6ലെ സബ്ജക്ട്സ് എനിക്ക് തോന്നുന്നു റിന്യൂവബിൾ എനർജി സിസ്റ്റം ഭയങ്കര എളുപ്പമാണ്. റിന്യൂവബിൾ എനർജി സിസ്റ്റം പക്ക തിയറി സബ്ജക്റ്റാണ്. ഞാൻ അതായിരുന്നു മറ്റേ എലക്റ്റീവ് ആയിട്ട് എടുത്തിരുന്നത് ലാസ്റ്റ് സെമ്മിൽ. അപ്പൊ റിന്യൂവബിൾ എനർജി സിസ്റ്റം പക്ക തിയറിയാണ്. പിന്നെ അവിടെ നമുക്ക് ടഫ് വരുന്നത് ഈ പവർ സിസ്റ്റം അനാലിസിസ് എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഒരു മിനി പ്രൊജക്റ്റും. അപ്പൊ ആ ഒരു സ്ഥലത്ത് ആ ഒരു സബ്ജക്റ്റ് മാത്രമേ ടഫ് ആയിട്ടുള്ളൂ. പിന്നെ S7 നോക്കുവാണെങ്കിൽ പവർ സിസ്റ്റം പ്രൊട്ടക്ടേഴ്സ്, ഹൈ വോളിയം എനർജി, ഹൈ വോളിയം എഞ്ചിനീയറിംഗ്, എലക്റ്റീവ് 1 ആൻഡ് എലക്റ്റീവ് 2. ആ 2 എലക്റ്റീവ് വരുന്നുണ്ട് കേട്ടോ S7. എലക്റ്റീവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയണമെന്നില്ല. എലക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ 2 സബ്ജക്ട്സ് എടുത്ത് പഠിക്കുന്നതിന് കേട്ടോ പറഞ്ഞാൽ, ചെറുതായിട്ടൊന്നും അറിയാം. എക്സ്ട്രാ ആയിട്ട് നമ്മൾ വേറെ ബ്രാഞ്ചിന്റെ സബ്ജക്ട്സ് എടുത്ത് പഠിക്കുന്നതാണ്. പിന്നെ അവിടെ നമ്മുടെ മേജർ പ്രൊജക്റ്റും വരും. മേജർ പ്രൊജക്ടിന്റെ പ്രൊജക്ട് ഫേസ് 1 എന്നാണ് പറയുന്നത്. പകുതി നമ്മൾ S7 ചെയ്യണം. S8 വരുമ്പം സ്മാർട്ട് ഗ്രിഡ് ഓർ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, അത് എലക്റ്റീവ് ആയിരിക്കും. പിന്നെ CV കോംപ്രഹെൻസീവ് വൈവ, പ്രൊജക്ട് ഫേസ് 2. ഇത്രയാണ് S7ലും S8ലും വരുന്നത്. S7 S8 കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് ബാക്കി സെമ്മായിട്ട് നോക്കുമ്പോൾ. ഇനി ഇത്രയും പറഞ്ഞ സബ്ജക്ട്സിൽ നമുക്ക് ഫ്യൂച്ചറിലേക്കും കൂടെ ആവശ്യം വരുന്ന സബ്ജക്ട്, അതായത് ഏത് പാർട്ടിയിൽ നിന്നായിരിക്കും ഇന്റർവ്യൂവിലൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുള്ളത് ഈ ഒരു സബ്ജക്ട്സ് ആണ്. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, മെഷീൻസ്, പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റംസ്, ഇലക്ട്രോണിക്സ്, എംബഡഡ് സിസ്റ്റം, റിന്യൂവബിൾ എനർജി. ഇതാണ് ട്രിപ്പിളിയുടെ കോർ ഏരിയാസ് എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് സബ്ജക്ട്സ്. പിന്നെ നമുക്ക് ഇതിന്റെ പ്ലേസ്മെന്റിന്റെ കാര്യങ്ങൾ പറയാം. ഞങ്ങളുടെ കോളേജിൽ വെച്ച കാര്യം വെച്ചിട്ടാണ് ഞാനിപ്പോ ഇത് പറയുന്നത്. എനിക്ക് നോക്കുമ്പോൾ ECക്ക് വന്നതിനേക്കാളിലും പ്ലേസ്മെന്റ്സ് കുറവായിരുന്നു ട്രിപ്പിളിക്ക്. പക്ഷെ ട്രിപ്പിളി എനിക്ക് തോന്നുന്നു വന്നത് ECനെക്കാളിലും കൂടുതൽ സ്റ്റുഡൻസ് ട്രിപ്പിളിന്ന് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അത് വന്നത് ചെറിയ കമ്പനീസ് ആണെങ്കിൽ പോലും പ്ലേസ്മെന്റ്സ് കൂടുതലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കമ്പനി തന്നെ വന്ന് കുറെ പേര് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ECക്ക് വന്ന പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെക്കാട്ടിലും കുറവായിരുന്നു ട്രിപ്പിളിക്ക്. പിന്നെ ഇത് എവിടെയൊക്കെയാണ് കൂടുതൽ നമുക്ക് ജോലി സാധ്യത എന്ന് പറഞ്ഞാല് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, പവർ സിസ്റ്റം എഞ്ചിനീയർ, കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയർ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് കോമൺ ഏരിയാസ് അല്ല. ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നുള്ളത് കോമൺ ഏരിയ ആണ്. ബാക്കി 2 എണ്ണം നമുക്ക് റയർ ആയിട്ട് മീൻസ് അതിന്റെ തന്നെ ഹയർ സ്റ്റഡീസ് ചെയ്യാവുന്നതാണ്. പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, ഇതിലൊക്കെ കുറച്ച് മാസ്റ്റേഴ്സ് എടുത്തിട്ട് നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഒരു 2 ഫീൽഡ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ നോക്കുക. പിന്നെ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുവാണെങ്കിൽ KSEB, NTPC, BHEL, ISRO, ഇവിടെയൊക്കെ ഇപ്പൊ ISROയുടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് കുറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒരു പോസ്റ്റർ കണ്ടിരുന്നു. അപ്പം ഈ ഒരു ഫീൽഡിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. പിന്നെ CS ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു അപ്രോക്സിമേറ്റ് ഒരു വാല്യൂ പറയുകയാണെങ്കിൽ ആദ്യമേ CS, പിന്നെ വന്നത് EC, പിന്നെ വന്നത് എനിക്ക് തോന്നുന്നു സിവിൽ, പിന്നെ വന്നത് ട്രിപ്പിളി. അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത് ഈ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ നമ്മുടെ കോളേജിൽ നടന്നത്. അപ്പം ട്രിപ്പിളിനെ പറ്റി ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ അന്വേഷിച്ചിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇനി അടുത്ത ദിവസം ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ ബ്രാഞ്ചിനെ പറ്റി ആയിരിക്കും. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇതുപോലെയാണ് ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.